മണ്ണിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് പൊന്നു വിളയിക്കുന്ന കണ്ണൂരിലെ ഒരു യുവ കർഷകനെക്കുറിച്ചാണ് മണ്ണിലാദ്യം. വയനാട് അരിമുള സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഹൈടെക് കൃഷിയും ഈ ലക്കത്തിൽ കാണാം. കണ്ണൂർ മാണിയൂരിലെ മൊയ്തീൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്കാണ് ആദ്യം. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറി മുഴുവൻ മൊയ്തീൻ തന്നെയാണ് നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. മാണിയൂർ തണ്ടപ്പുറത്തെ ഇരിങ്ങാട്ട് മൊയ്തീൻ മുഴുവൻ സമയ കർഷകനായിട്ട് 5 വർഷമായി. സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത മൊയ്തീൻ സുഹൃത്തുക്കൾ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് നെല്ലും പച്ചക്കറിയുമെല്ലാം കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ 1.5 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വെണ്ട, പയർ, പാവൽ, പടവലം, വെള്ളരി തുടങ്ങി നമ്മുടെ നാട്ടിൽ വളരുന്ന മിക്ക ഇനം പച്ചക്കറികളും മൊയ്തീൻ കൃഷി ചെയ്തിട്ടുണ്ട്. മറ്റേതു ജോലിയേക്കാളും സന്തോഷം തരുന്നതാണ് കൃഷിയെന്ന് മൊയ്തീൻ പറയുന്നു. വേറെ സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അവരെന്നോട് ഒരു ആനുകൂല്യം വാങ്ങലുമില്ല. അവരെനിക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. എല്ലാ കൃഷി ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കി തരുന്നുണ്ട്. പിന്നെ വെള്ളത്തിന് ഡ്രിപ്പ് വഴിയാണ് എല്ലായിടത്തും വെള്ളം എത്തുന്നത്. പല ജോലികളും ചെയ്യുന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ നല്ല സന്തോഷവും ഇതും തോന്നുന്നു. കൃഷിയാണ് നല്ലത്, ലാഭകരം കൃഷിയാണ്. പക്ഷേ ഈ രോഗങ്ങളൊന്നും വന്നില്ലെങ്കിലോ രക്ഷപ്പെടും, അല്ലെങ്കിൽ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. മഴക്കാലം എനിക്ക് 10-70,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും കൂടി പിടിക്കാൻ വേണ്ടിയുള്ള കൃഷിയാണ് ഇതിപ്പം കൂടുതലായി ഞാൻ ചെയ്തത്. ഇതിൻ്റെ പിന്നിലൊക്കെ കൃഷ്ണൻ സാറാണ് കൃഷി ഓഫീസർ. ഇതിൻ്റെ പിന്നിലൊക്കെ എന്നെ സഹായിക്കുന്നതും ആഴ്ചയിൽ ഫ്ലോട്ടിൽ വന്ന് സഹായിക്കുന്നതും നിർദ്ദേശം നൽകുന്നതെല്ലാം കൃഷി ഓഫീസറാണ്, കൃഷ്ണേട്ടനാണ്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് മൊയ്തീൻ്റെ പച്ചക്കറി കൃഷി. ചാണകം, കോഴിവളം, കടലപ്പിണ്ണാക്ക് തുടങ്ങിയവയാണ് പ്രധാനമായി നൽകുന്നത്. കീടബാധയുണ്ടായാൽ ഗോമൂത്രം സ്പ്രേ ചെയ്തു കൊടുക്കും. 1.5 ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ 1.5 ലക്ഷം രൂപയോളം ചെലവ് വന്നു. പന്തലിന് മാത്രം 20,000 രൂപയായി. ആദ്യം തടമെടുത്ത് കുമ്മായം ഇട്ട് വെക്കുന്നു. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം കോഴിവളം ഇട്ട് വിത്ത് പാകുന്നു. ഒരു കുഴിയിൽ 5 വിത്താണ് പാകുന്നത്. അത് 4 നമ്മൾ നിലനിർത്തുന്നു. അതിനുശേഷം 3 ഇല വന്നതിന് ശേഷം ജൈവവളങ്ങളിട്ട് കടലപ്പിണ്ണാക്കും ഇട്ട് ഞങ്ങൾ എല്ലാ വളം ഇട്ട് കൊടുക്കും. പന്തലും അത് 8 mm കമ്പി ഫുള്ള് കയർ വിരിച്ചാണ് പന്തലിടുന്നത്. പന്തലിന് തന്നെ 20,000 രൂപയോളം ചിലവാണ്. ഈ 1.5 ഏക്കർ കൃഷിയിൽ 1.5 ലക്ഷം രൂപയോളം ചിലവുണ്ട്. ഇത് 1 മാസം കൊണ്ട് പന്തലിലേക്ക് കയറും. വിളവ് 1.5 മാസം കൊണ്ട് എടുക്കാൻ തുടങ്ങും. ജൈവ രീതിയിൽ ഇത്രയധികം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചപ്പോഴാണ് വിപണിയിലെ ചതിക്കുഴികൾ മൊയ്തീൻ തിരിച്ചറിയുന്നത്. ഉപഭോക്താക്കൾക്ക് 20 രൂപയ്ക്ക് വിൽക്കുന്ന സാധനത്തിന് കർഷകന് ലഭിക്കുന്നത് 8 രൂപ. അടുത്ത ചൂഷണമാണ് കർഷകർക്ക് നേരിടേണ്ടി വരുന്നത്. പണം മുഴുവൻ ഇടനിലക്കാർക്കും കച്ചവടക്കാർക്കും പോകും. ഇതോടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ നേരിട്ട് ആവശ്യക്കാരിലെത്തിക്കാൻ മൊയ്തീൻ തീരുമാനിച്ചു. കൃഷി വകുപ്പിന്റെ സഹായത്തോടെ ഇതിനായി ഒരു ഗുഡ്സ് ഓട്ടോ വാങ്ങി. സഹായത്തിന് 2 സുഹൃത്തുക്കളെയും കൂട്ടി. അതിരാവിലെ പച്ചക്കറി വിളവെടുത്ത് കഴിഞ്ഞാൽ 9 മണിയോടെ മൊയ്തീൻ്റെ പച്ചക്കറി വണ്ടി പുറപ്പെടും. പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തും പച്ചക്കറി വിൽക്കും.
ആവശ്യക്കാർ പലരും മൊയ്തീനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തും. ഞങ്ങളിപ്പോൾ കൃഷിഭവൻ്റെ പേരിൽ ബാനർ അടിച്ച് നമ്മളെ പഞ്ചായത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. നല്ല ആദായം തന്നെയാണ്, വരുമാനമാണ് കിട്ടുന്നത്. ഞങ്ങൾ 2-3 പേരാണ് പോകുന്നത്. അവർക്കുള്ള ശമ്പളം വരെ അതിൽ നിന്ന് ലഭിക്കും. കടക്കാർ തരുന്നതിലും പിന്നെ കടക്കാർ വിൽക്കുന്നതിലും 5 രൂപ കുറച്ചാണ് ഞങ്ങൾ സാധനം വിൽക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പരമാവധി ഞങ്ങൾ എത്തുന്നുണ്ട്. ഇത് ഞങ്ങൾ ഒരു വിഷവും കൊടുക്കുന്നില്ല. അത് കാരണം പല രോഗങ്ങളും വന്നിട്ടുണ്ട്. വിഷങ്ങളൊന്നും ഞങ്ങൾ അടിക്കുന്നില്ല. പിന്നെ ഗോമൂത്രം പോലത്തെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇത് സ്പ്രേ ചെയ്യുന്നുണ്ട്. നാടനാണ് എല്ലാവരും ഇഷ്ടം. ഞങ്ങളെ ചോദിച്ച് ഫോൺ ചെയ്ത് വിളിച്ചിട്ടും ആളുകൾ സാധനം പറമ്പിൽ വന്ന് വാങ്ങിച്ചും കൊണ്ടുപോകുന്നുണ്ട്. നാടനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളെ പച്ചക്കറിയിൽ രോഗം വന്നത് കാരണം കൃഷി ഓഫീസറുമായി ജയരാജൻ സാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഫ്ലോട്ടിൽ വരികയും എല്ലാ നിർദ്ദേശങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. പച്ചക്കറി വിറ്റ് വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ സുഹൃത്തുക്കളുടെ പ്രതിഫലവും കഴിച്ച് നല്ലൊരു തുക മിച്ചമുണ്ടാകുമെന്നും മൊയ്തീൻ സാക്ഷ്യപ്പെടുത്തുന്നു. കൃഷിവകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് മൊയ്തീൻ മുന്നോട്ടു പോകുന്നത്. കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരും KVKയിലെ ശാസ്ത്രജ്ഞരും കൃഷിയിടത്തിലെത്തി നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. മൊയ്തീൻ്റെ കൃഷിയിടത്തെ മാതൃകാ പച്ചക്കറിത്തോട്ടമായും കൃഷിവകുപ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത്രയും വർദ്ധിച്ചു വരുന്ന ഈ വില സമയത്ത് തുച്ഛമായ വിലക്ക് നമുക്ക് പച്ചക്കറി നല്ല രീതിയിലുള്ള ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി നമ്മുടെ കർഷകർക്ക്, നമ്മുടെ നാട്ടുകാർക്കും വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കേരള കൃഷി വകുപ്പിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് വെജിറ്റബിൾ സ്കീം പ്രകാരം ഒരു മാതൃകാ പച്ചക്കറി തോട്ടമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പിൻ്റെ പൂർണ്ണമായ സഹകരണം മൊയ്തീൻ എന്ന യുവ കർഷകന് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണ സപ്പോർട്ട് കൂടി ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ തളിപ്പറമ്പിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അവിടുത്തെ ഡോക്ടർ ജയരാജ് സാർ ഒരു മാസത്തിലൊരിക്കൽ വന്ന് ഈ പ്ലോട്ട് സന്ദർശിച്ച് വിദഗ്ധ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി വരുന്നുണ്ട്. ആ തരത്തിൽ മൊയ്തീനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ കൂടുതൽ വ്യാപിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇതൊരു തൊഴിലായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഉദ്ദേശിക്കുന്നത്. മൊയ്തീൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് പ്രദേശത്തെ ജനങ്ങൾക്കാകെ പ്രചോദനമായി കഴിഞ്ഞു. കൂടുതൽ ചെറുപ്പക്കാർ ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തിന് യുവാക്കൾക്ക് ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൊയ്തീൻ്റെ പ്രവർത്തനം. മൊയ്തീൻ ഈ കാർഷിക മേഖലയിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ യുവാക്കൾ മൊയ്തീനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുകയും മൊയ്തീൻ ചെയ്തു വരുന്ന കൃഷി രീതിയിൽ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് രംഗത്ത് മൊയ്തീനെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ യുവാക്കൾ മുന്നിട്ടിറങ്ങി വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പച്ചക്കറിക്ക് മാർക്കറ്റ് വിലയില്ലാത്ത ഒരു അവസരത്തിൽ നമ്മുടെ മൊയ്തീൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അത് സ്വന്തമായിട്ട് തന്നെ ഒരു വണ്ടിയുമായി കൃഷിഭവൻ്റെ അനുമതിയോടുകൂടി തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ വിൽക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. അതിൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഇപ്പം വെള്ളരിക്ക് 20 രൂപ കിട്ടുമെങ്കിലും ഇപ്പോൾ നമ്മൾ കർഷകർ കൊടുക്കുമ്പോൾ 8 രൂപ വിലയാണ് ഇപ്പോൾ മാർക്കറ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മൊയ്തീനെ പോലെ ചിന്തിക്കാൻ ഉള്ള ഒരു അവസരം വന്നത് കേവലം ഒരു 15 രൂപയ്ക്ക് 1 കിലോ വെള്ളരിക്ക കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കർഷകർക്ക് മിതമായ നല്ല ഒരു പച്ചക്കറി കൊടുക്കാനും അതുകൊണ്ട് തന്നെ നല്ല വിഷലിപ്തമായ ഒരു പച്ചക്കറി കഴിക്കുവാനും നമ്മുടെ കർഷകർക്ക് സാധിക്കും. മൊയ്തീൻ്റെ മാതൃകയിൽ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പച്ചക്കറിയും നേരിട്ട് വിറ്റഴിക്കാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ചാണ് കൃഷിവകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. സ്വന്തം ഭൂമി തരിച്ചിടുന്നവർക്കും ഭൂമി ലഭ്യമല്ലാത്തതിനാൽ കൃഷി ചെയ്യാത്തവർക്കും ഒരു പാഠമാകേണ്ടതാണ് മൊയ്തീൻ്റെ ജീവിതം. മണ്ണിൽ ഇനിയൊരിടവേള.
വയനാട് അരിമുള LP സ്കൂളിലെ കുട്ടികൾ 1 ഏക്കർ സ്ഥലത്താണ് ഹൈടെക് രീതിയിൽ പച്ചക്കറി കൃഷി പരീക്ഷിക്കുന്നത്. തക്കാളിയും കോളിഫ്ലവറുമെല്ലാം ഓപ്പൺ പ്രിസിഷൻ രീതിയിലാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. സ്കൂൾ മാനേജർ വിട്ടു നൽകിയ 1 ഏക്കറോളം ഭൂമിയിലാണ് അരിമുള സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കാർഷിക പരീക്ഷണം. ഹൈടെക് രീതിയിൽ മൾച്ചിങ് ഷീറ്റുകൾ വിരിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ നൽകിയാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. വളവും വെള്ളവുമെല്ലാം ഡ്രിപ്പ് സിസ്റ്റം വഴി തന്നെയാണ് നൽകുന്നത്. കോളിഫ്ലവർ, തക്കാളി, പയർ, വെള്ളരി തുടങ്ങിയവയെല്ലാം ഇങ്ങനെ പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നു. ഇതിനു പുറമെ വിദ്യാർത്ഥികൾ തന്നെ ഒരുക്കിയ 100 ഗ്രോ ബാഗിലും പച്ചക്കറി നട്ടിട്ടുണ്ട്. നേരത്തെ ചേനയും നെല്ലുമെല്ലാം ഈ വിദ്യാർത്ഥികൾ കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽക്കേ ഞങ്ങൾ സ്കൂളിൽ നല്ലൊരു കാർഷിക പ്രവർത്തനം തുടക്കം കുറിച്ചു. കാരണം വെച്ചാൽ 1 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ചേന നട്ടു. ചേനയിൽ നല്ല വിളവെടുപ്പായിരുന്നു. ചേന മാത്രമല്ല, ചേന പയറും ഉണ്ടായിരുന്നു. അപ്പോൾ പയർ അവധിക്കാലത്താണെങ്കിൽ ഞങ്ങളത് പൊളിച്ച് സൂക്ഷിച്ച് സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചു. പിന്നെ ചേന സ്കൂൾ തുറന്നതിന് ശേഷം ഞങ്ങൾ വിളവെടുത്തു. നമുക്ക് ആവശ്യമായ ഉച്ചക്കഞ്ഞിക്ക് ആവശ്യമായ ചേനകൾ കിട്ടി. പിന്നെ ഒരു 5-8 കിൻഡലോളം ഞങ്ങൾ വിറ്റു. നെൽകൃഷിയിലും ഇത്തരത്തിൽ 100 മേനി കൊയ്ത ശേഷമാണ് കുട്ടികൾ പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞത്. ലഭ്യമായ 70 സെന്റ് സ്ഥലത്ത് ഹൈടെക് രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. സമീപത്തെ വിദഗ്ധരായ കർഷകരുടെ സഹായത്തോടെയാണ് ഈ രീതി അവലംബിച്ചത്. ഡ്രിപ്പ് ഇറിഗേഷൻ രീതി സ്വീകരിച്ചതിനു പിന്നിൽ ജല ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു. ഉഴുതുമറിക്കുമ്പോൾ തന്നെ മണ്ണിൽ കുമ്മായവും ഡോളോമൈറ്റും ചേർത്തു. പിന്നാലെ ചാണകവും കാപ്പിത്തുണ്ടും ചേർത്ത് മണ്ണിനെ പരുവപ്പെടുത്തി. സ്വകാര്യ നഴ്സറിയിൽ നിന്നും കൃഷിഭവനിൽ നിന്നുമായാണ് പച്ചക്കറി വിത്തും തൈകളും ലഭ്യമാക്കിയത്. എവിടുന്ന് വിത്ത് കിട്ടും? തൊട്ടടുത്ത പനമരത്ത് കാർഡ്സ് ഉണ്ട്. കാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്പോൾ കാർഡ്സിൽ നിന്ന് അവർ പരമാവധി വില കുറച്ച് തരാമെന്ന് പറഞ്ഞു. സ്കൂളിനായതുകൊണ്ട് തൈകൾക്ക് വില കുറച്ച് തരാൻ പറഞ്ഞു. അവരിവിടെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ പൈസ കൊടുത്തു. ബില്ല് കൃഷിഭവൻ നന്നായി സഹകരിച്ചിട്ടുണ്ട് ഞങ്ങളോട്. പുതാടി കൃഷിഭവൻ നന്നായി സഹകരിച്ചതുകൊണ്ട് തന്നെ അവർക്ക് കൃഷിഭവനിൽ നിന്നും കുറച്ച് തൈകൾ കിട്ടി, വിത്തും കിട്ടി. പുതാടി കൃഷിഭവനിൽ നിന്ന് കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ട്, തൈകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇടയിലിടയിൽ കുറച്ച് ചെടികളൊക്കെ നശിച്ചു പോയി. അപ്പം നമ്മൾ കുറച്ച് ഗുണ്ടൽപേട്ടയിൽ ആൾക്കാർ പോകുന്നുണ്ട്. ഗുണ്ടൽപേട്ടയിൽ നിന്ന് കുറച്ച് തൈകൾ കൊണ്ടുവന്നു. പിന്നെ കുറേയൊക്കെ ഹൈബ്രിഡ് തൈകളാണ്. വൈകുന്നേരങ്ങളിലാണ് വിദ്യാർത്ഥികൾ പച്ചക്കറിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നത്. കളപറിക്കലും വളമിടലും എല്ലാം വിദ്യാർത്ഥികൾ തന്നെ ചെയ്യും. പച്ചക്കറികളിലെ കീടബാധ നിയന്ത്രിക്കാനും പൂർണ്ണമായും ജൈവമാർഗങ്ങൾ തന്നെയാണ് ഇവർ സ്വീകരിക്കുന്നത്. പുകയില കഷായം ഉൾപ്പെടെയുള്ള കീടനാശിനികൾ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇപ്പോൾ കുട്ടികളുടെ പച്ചക്കറി വിളവെടുത്തു തുടങ്ങി.
കൂടുതലും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന പച്ചക്കറി വിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ വിളവ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിലേക്ക് തന്നെ പരമാവധി ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഇപ്പോൾ കക്കിരി ഇതൊക്കെ ഞങ്ങൾ കയറ്റി കൊടുക്കുക കൽപ്പറ്റ ഇതിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് ബോക്സിലാക്കിയിട്ട് ബസ്സിന് കയറ്റിയിട്ട് കൽപ്പറ്റ അവർ വാങ്ങിച്ചോളും. ജൈവ പച്ചക്കറി കൃഷി അതുകൊണ്ട് നല്ല വിളവ് നല്ല വില കിട്ടും. ജൈവ പച്ചക്കറി കൃഷിക്ക് കൂടുതൽ കൽപ്പറ്റ കൊടുത്തില്ലെങ്കിൽ കേൺസർ കൊടുത്താലും നമുക്ക് കിട്ടും. പക്ഷേ കുറച്ചുകൂടി പൈസ വേണം, കുറച്ചുകൂടി പൈസയും മാത്രമല്ല കുറച്ചും കൂടി മാർക്കറ്റിങ്ങും ഒന്നും കൂടെ ഞങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കൽപ്പറ്റയായിട്ട് ബന്ധപ്പെട്ടിട്ട് കൽപ്പറ്റ ജൈവ പച്ചക്കറി എടുക്കുന്ന സ്ഥലത്ത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവിടുന്ന് ഞങ്ങൾ പെട്ടിയിലാക്കി കൊടുക്കും. ബസ്സുകാർ അത് കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കിയിട്ട് അവരത് വാങ്ങിച്ചിട്ട് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിളവാണ് പച്ചക്കറി കൃഷിയിൽ നിന്ന് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംശയം പ്രകടിപ്പിച്ചവർ പോലും ഇപ്പോൾ കുട്ടികളെ അഭിനന്ദിക്കാൻ തുടങ്ങി. ഒരു വല്ലാത്തൊരു ഞാൻ പ്രതീക്ഷിച്ചതിലേക്കോട്ട് കൂടുതൽ റിസൾട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഈ തുടങ്ങിയ മുതൽക്ക് പലരും നാട്ടുകാരൊക്കെ പറയുന്നു, ടീച്ചറെ ഇത് ഞങ്ങൾ അധ്യാപകരോടൊക്കെ പറഞ്ഞിരുന്നു ഇത് വിജയിക്കുമോ, കാരണം ജൈവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നാട്ടുകാർക്ക് തന്നെ വന്നു. മാത്രമല്ല ഈ മണ്ണിന് അത്ര ഗുണമില്ല, മണ്ണ് നിങ്ങൾ പാകപ്പെടുത്തിയെടുത്ത് പോരാ, അങ്ങനെ പല പല എതിരഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളെ ഒരൊറ്റ എന്നുവെച്ചാൽ വിജയിക്കും എന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ രാസവളം ഇട്ടാൽ ഇതിനേക്കാളും നന്നായി വരുമായിരിക്കാം. പക്ഷേ നമ്മളെ ആരോഗ്യത്തിന് നന്നല്ല. കുട്ടികൾക്ക് എത്തേണ്ട ഒരു ഏറ്റവും വലിയൊരു സന്ദേശം അതാണ്. കാരണം വെച്ചാൽ ജൈവ പച്ചക്കറികൾ കൃഷി ഉപയോഗിക്കണം. കൂടാതെ ഇവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തെളിവ് അതാണ്. ഇവിടുന്ന് കിട്ടുന്ന എല്ലാ മെസ്സേജും അവരുടെ വീട്ടിലെത്തുമ്പോൾ രക്ഷിതാക്കളുടെ അടുത്തെത്തുന്നു. ഒപ്പം അവരുടെ എല്ലാ വീടുകളിലും ഇങ്ങനെയൊരു പച്ചക്കറി തോട്ടമൊക്കെ നമുക്ക് കാണാം. കാർഷിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറെ നേട്ടമായെന്ന പ്രധാനാധ്യാപികയും സാക്ഷ്യപ്പെടുത്തുന്നു. മിക്കവാറും എല്ലാ കുട്ടികളും വീട്ടിലും പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. കാരണം കൃഷി എന്താണെന്നറിയാത്ത കുട്ടികളുണ്ട്. നമ്മുടെ ഗ്രാമമാണെങ്കിൽ പോലും കൃഷി അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും ഇതിൽ പങ്കാളികളാകാനും പിന്നെ തന്നെ അതിൻ്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. അതുമാത്രമല്ല ഇവിടെ വിത്ത് കൊണ്ടുവന്നപ്പം ടീച്ചർ പിന്നെ വിത്തുകൾ അതുപോലെ തന്നെ തൈകൾ വീടുകളിലേക്ക് കൊടുത്തുവിടുകയും വളരെ ഭംഗിയായിട്ട് വീടുകളിൽ കൃഷി ചെയ്യുകയും ടീച്ചർ അത് പോയി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ വിളവെടുത്തു എന്നാണ് പല കുട്ടികളും പറഞ്ഞിട്ടുള്ളത്. കൃഷി വകുപ്പിന്റെ പിന്തുണയാണ് വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമായത്. പൂതാടി കൃഷിഭവനിൽ നിന്നാണ് ഇവർക്ക് എല്ലാ സഹായവും നൽകുന്നത്. മണ്ണിൽ ഒരിടവേള കൂടി. മണ്ണിലിനി കർഷകർക്കുള്ള അറിയിപ്പുകൾ. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്ക് പരിശീലനം നൽകുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കാണ് പരിശീലനം. ഡയറി ഫാം ആസൂത്രണം, ലാഭകരമായ നടത്തിപ്പ്, വൈവിധ്യവൽക്കരണം എന്നീ വിഷയങ്ങളിൽ മാർച്ച് 2 മുതൽ 7 വരെയാണ് പരിശീലനം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0495 241 4579 അല്ലെങ്കിൽ 93 499 66 067. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു.
മണ്ണിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, മണ്ണ്, റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ്, HMT കോളനി PO, എറണാകുളം.